നിങ്ങൾ വെളിയിലായി പോയല്ലേ? സോറി. ആ കേറിപ്പോഴേ. ഇത് പൂട്ടിയിട്ട് പോകാൻ നിന്നോട് ആര് പറഞ്ഞു? ഇല്ലെങ്കിൽ കള്ളം കയറിയില്ല അമ്മേ. ഈശ്വരനല്ലേ പിരിച്ചുവിട്ടു, ഗോമതിയെ പിരിച്ചുവിട്ടു. വേറെ ആരിരിക്കുന്നു? ഗീതയെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞാനെങ്കിലും ഇവിടെ കാവലിരുന്നെ. കേട്ടോമേ, അമ്മയുടെ പ്രസംഗം തകർത്തു. കുടുംബ ഭദ്രതയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ പറ്റി അമ്മ ഒരു കലക്ക് കലക്കില്ലേ? അത് കേട്ടപ്പോ നിർത്തി. അമ്മ വിശക്കുന്നു. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ചൈനീസ് ഫുഡ്. വേണ്ട, അതിന് കുഞ്ഞിന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്. വേണ്ടതെല്ലാം അടുക്കളയിലും ഉണ്ട്. അവരുണ്ടാക്കിക്കോളും, അവര് കഴിച്ചോളും. നിന്റെ ഔദാര്യം ഒന്നും അവർക്ക് വേണ്ട. വാ. ഇതെല്ലാം അവള് പറഞ്ഞു ചോദിച്ചിട്ടുള്ളതാ. നേരെ അമ്മേ, ഞാൻ പോയി കഞ്ഞി വെക്കാം. കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണ് പാചകം ചെയ്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന അമ്മായി അമ്മയും നാത്തൂന്നെ ഇടന്നോട്ടെ. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞാണ്, കേട്ടോ? ഇതൊക്കെ ഒരു ആവശ്യമാണ് ഗീതേ. ഇത്രയും വയസ്സായ അമ്മയെ ഇനിയെങ്കിലും നല്ലപോലെ വളർത്തിയെടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാവും. നിങ്ങൾ ശാരി മാറ്റിട്ടോ. എനിക്കൊന്ന് അങ്ങോട്ട് വരണമെങ്കിൽ രണ്ടാളിന്റെ സഹായം വേണം. മാത്രവുമല്ല, ഞാൻ അവിടെ വരുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടവുമല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തതും അതുകൊണ്ട് തന്നെ. അതെനിക്കറിയാം മക്കളെ. ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാ ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അച്ഛന് സുഖമില്ല. അച്ഛനെന്താ പറ്റി? നെഞ്ചുവേദനയായിട്ട് തുടങ്ങിയതാ. നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറയുന്നു. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. 12 ദിവസമായി. ഇതിനിടെ 2 എഴുത്തയച്ചു. എന്നിട്ട് നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ആളെ വിട്ടത്. എഴുത്ത് എങ്ങോട്ട് അയച്ചെന്നാ പറഞ്ഞ? ഇവളുടെ പേരിൽ ബംഗ്ലാവിലേക്ക്. അയ്യോ, എനിക്കിതുവരെ ഒരെഴുത്തും കിട്ടിയില്ലല്ലോ. ഓഹോ, ഏതായാലും ഇനിയെങ്കിലും രണ്ടുപേരും കൂടെ പോയി അച്ഛനെ ഒന്ന് കാണണം. ശരിയമ്മേ, ഇന്ന് തന്നെ പോയേക്കാം. എന്റെ കയ്യിൽ ആരും കത്തുകൊണ്ട് തന്നിട്ടില്ല. ചേച്ചിക്കറിയാം? എനിക്കറിഞ്ഞൂടാ. ബാലിനും ഗീതയും വന്നില്ലേ എന്ന് അവസാന നിമിഷം വരെയും ചോദിച്ചു. മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനൊന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തു? അതിന് ഞങ്ങളാണ് നിന്റെ അച്ഛനെ കൊന്നത്. ഇത് നല്ല ഏർപ്പാടാ. വല്ലവരും കേട്ട എന്ത് വിചാരിക്കും? എനിക്ക് വന്ന് കത്തുകൾ തന്നിരുന്നെങ്കിൽ. അതിന് കത്ത് ഞങ്ങളുടെ കിട്ടിയിട്ട് വേണ്ടേ? പോസ്റ്റ്മാൻ ബിന്ദുവിന്റെ കയ്യിലാണ് കത്ത് കൊടുക്കുന്നത്. അവള് വല്ലയിടത്തും കളഞ്ഞിട്ടുണ്ടെന്ന് ആർക്കറിയാം? കുഞ്ഞല്ലേ, അവൾക്കെന്തറിയാം? ഇതേ മരിച്ച വിവരം ഇവിടെ അറിയിച്ചില്ലായിരുന്നോ? അറിയിക്കൊക്കെ ചെയ്തു. പിന്നെന്താ പോയിരുന്നത്? ഉണ്ണി എന്താ ഈ പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ആ വീട്ടിൽ പോകാൻ കൊള്ളാമോ? മരണത്തിന് മുമ്പിൽ സ്റ്റാറ്റസ് നോക്കിനി ചോക്ലേറ്റ് വേണോ? വേണം. ആ ഇത് വെച്ചോ. ആ പിന്നെ അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോള് നേര് പറയുമോ? ആ, പോസ്റ്റ്മാൻ മോളുടെ കത്ത് കൊണ്ട് തന്നായിരുന്നോ? തന്നു. ഗീതാന്റിക്ക് കൊടുക്കാനാ തന്നത്. എന്നിട്ട് അമ്മ കൊടുത്തോളാന്നും പറഞ്ഞ് മേടിച്ചു. എന്നിട്ട് എന്തുണ്ടായി? മുത്തശ്ശി അമ്മയും കൂടെ മുറിയിലിരുന്ന് വായിച്ചിട്ട് കേറി കളഞ്ഞു. എടി എന്തിനാണ് ഉള്ള നാളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശി എന്നെ എഴുത്ത് കീറി കളഞ്ഞത്.
ഞാൻ പുറത്തെ കളിച്ചോ. ചേച്ചി, ഞാൻ പറയുന്നത് ക്ഷമിക്കണം. ചേച്ചി ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ പാടില്ലെന്നോ? എന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയാണ്. ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടാണ്. അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മകൾ അപകടകാരിയാണ് എല്ലാ തരത്തിലും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. ഇനി അത് സമ്മതിച്ചു തരാൻ മനസ്സില്ല. ഇവിടെ ഞാനും എന്റെ ഭാര്യയുണ്ട്. ചേച്ചി ഇന്ന് തന്നെ സ്ഥലം വിടണം. അളിയന് പടക്കമൊന്നുമില്ലല്ലോ. എന്തിന്? ഇവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകാനല്ലേ ഞാൻ നിൽക്കുന്നത്. ഉണ്ണി, നീയും ഇവന്റെ കൂട്ടത്തിൽ കൂടുകയാണോ? അതിനൊന്നും എനിക്ക് സമയമില്ലമ്മേ. ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെ കൂടുന്നേ ഉള്ളൂ. സുലോനെ, വേഗം പോകാതിരിക്കും. ഇവളെ കൊണ്ടുപോയാൽ ഇവിടെ ഉദ്യോഗമോ? അങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ ഉദ്യോഗം വേണ്ടത് നോക്കും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. വിടുന്നില്ലെങ്കിൽ പിന്നെ മകളൊന്നും ഇവിടെ തന്നെ വന്നോളും. ഞാനിങ്ങോട്ട് വരികയില്ല. നിനക്ക് സമ്മതമാടി? ഞാനും വരാം. സുനാഥിനെ, ഞാനിവിടെ നിൽക്കുന്നില്ലല്ലോ അവന് വഴക്ക്. ഞാൻ പോയേക്കാം. അപ്പൊ നിന്റെ ഭാര്യ ഓടി ഓടി ഇവിടെ വരെ എത്തിച്ചു കാര്യങ്ങളല്ലേ? പാവം, അവളെ വെറുതെ വിട്ടേക്കമ്മേ. നിനക്ക് നിന്റെ സഹോദരേക്കാൾ വലുത് ഭാര്യയാണ് അല്ലേടാ? എന്താ സംശയം? അങ്ങനെയല്ലേ വേണ്ടത്? എന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് ഭാര്യയാണ്. സഹോദരി പ്രസവിക്കേണ്ടത് അളിയന്റെ കുഞ്ഞിനെയാണ്. വലിയ അകലമില്ലേ ഈ ബന്ധങ്ങൾ തമ്മിൽ? ശരി, നീ നിന്റെ ഭാര്യയോടൊന്നിച്ച് ഇവിടെ കഴിഞ്ഞോളൂ. എന്റെ മകളോടൊന്നിച്ച് ഞാനും പോകുന്നു. ഇനി ഞാൻ ഇവിടെ താമസിക്കില്ല. അമ്മേ, അതൊരു നല്ല തീരുമാനമല്ല. അമ്മ താമസിക്കേണ്ടത് മകന്റെ ഭാര്യയോടൊന്നിച്ചാണ്. ഇവനോടൊന്നിച്ച് താമസിക്കാനോ? ഇവൻ എന്ന് ഇവിടെ നിന്ന് പോകുന്നോ അന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കാലം വെക്കില്ല. അതിന്റെ അർത്ഥം അമ്മയ്ക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു, അല്ലെങ്കിൽ മതിയായി എന്നാണ്. അളിയനെന്ത് തോന്നുന്നു? കൊണ്ടുപോകാനുള്ള മടി കൊണ്ടല്ല, എന്നാലും അമ്മ ഞങ്ങളോടൊന്നിച്ച് വരുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഞാൻ തീരുമാനിച്ചോളാം. പോവാൻ ഒരുങ്ങിക്കോ മോളെ. അമ്മേ, അമ്മ പോകരുത്. പോകും. പോയാൽ ഇവൻ ഇവിടെ നിന്ന് പോകാതെ ഞാൻ തിരിച്ചു വരില്ല. അത് തീർച്ച. പോ മോളെ. ശമ്പളം വാങ്ങിച്ച കാശ് ഷാപ്പി കൊടുക്കില്ലായിരുന്നു? അയ്യോ, എന്റെ പൊന്നമ്മച്ച് സത്യമായിട്ട് വീട്ടിലാ കാശ് കൊടുത്തത്. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. താൻ ഇന്നലെ കുടിച്ചില്ലേ? കുടിച്ചില്ല അമ്മച്ചി. കള്ളം, പച്ചക്കള്ളം. ആന്റിയുടെ കാറാണല്ലോ വരുന്നത്. ഉണ്ണികൃഷ്ണൻ സുലോചനെ ആയിരിക്കും. മുൻവശത്തിരിക്കുന്ന ആന്റിയാ. ഭഗവാനെ, അയ്യോ ചതിച്ചു. എന്ത്? പിന്നെയും വരുന്നു. ആര്? ആ തൂക്കിക്കൊല്ലുന്നവര്. ആരാച്ചാലോ? അതല്ല, ആ വസുന്ധരാമേനോൻ. മരുന്തി നമസ്കാരം, നമസ്കാരം. അന്ന് അവധി കഴിഞ്ഞ് ഇവിടുന്ന് പോയതിനു ശേഷം ഈ വീടും പറമ്പും ആകെ ഉറങ്ങിപ്പോയി അല്ലേ രാജലക്ഷ്മി? അതെ അതെ, മരിച്ച വീട് പോലായിപ്പോയി. വീട്ടു ജോലിക്കാരെല്ലാം മിസസ് മേനോന്റെ കാര്യം പറഞ്ഞ് എന്നും കരയുമായിരുന്നു. ഇനി ആരും കരയണ്ട തമ്പി. ഞാനും കൂടെ ഇവിടെ താമസിക്കാൻ പോവാണ്. തമ്പിക്ക് സന്തോഷമായല്ലോ? പിന്നെ സന്തോഷമായല്ലോ ഒന്നോ. ഞാൻ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് തമ്പി ചോദിക്കാത്തതെന്താ? അത് മിസസ് മേനോൻ പറയുമല്ലോ. പറയണം, പറയണം. എന്റെ മകന്റെ ഭാര്യ എന്ന് പറഞ്ഞു ഒരുത്തി അവിടെ കേറിയിട്ടുണ്ട്. അവൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ താമസിക്കില്ല. ഒരു വർഷമായാലും 10 വർഷമായാലും അവൻ അവളെ ഇറക്കി വിടുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. തമ്പി, മിസസ് മേനോൻ, ബാലന് വേണ്ടി നമ്മളൊരു കാര്യം ആലോചിച്ചു. പക്ഷെ അത് നടന്നില്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ രാധികയെ ഞാൻ എന്റെ മരുമകളായിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. യു വെയിറ്റ് ആൻഡ് സീ.